ആദ്യമായിട്ട് എവിടെ വെച്ചാണ് ആരാണ് വേർഷിപ്പ് ചെയ്തതെന്ന് അറിയാവോ? നിഫി പറഞ്ഞു എബ്രഹാം ആണ്, കറക്റ്റാണ്. ആദ്യമായിട്ട് ഐസക്കിനെ സാക്രിഫൈസ് ചെയ്യാൻ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് വേർഷിപ്പ് എന്ന വാക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനും ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വേർഷിപ്പ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു വാക്യം വായിക്കാം. റോമൻസ് 12:1. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം, എന്നിട്ട് ഒരാൾ എനിക്ക് മലയാളത്തിൽ വായിച്ചു തരണം. I beseech you therefore, brethren, by the mercies of God, that you present your bodies a living sacrifice, wholly acceptable to God, which is your reasonable service. ഇനിയും ഈ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ ഞാൻ ഇതിന് ബേസായിട്ട് ഒരു വാക്യം കൂടെ വായിക്കും. മാത്യു 15:8-9. അപ്പം ആരെങ്കിലും അത് ഒന്ന് അപ്പം ഇംഗ്ലീഷിൽ വായിക്കുന്നത്, These people draw near to me with their mouth and honor me with their lips, but their heart is far from me, and in vain they worship me, teaching as the doctrines and commandments of men. ഇവിടെ പറയുന്നത് these people എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയാണ്. ഈ മനുഷ്യന്മാർ, they draw near to me with their mouth. എൻ്റെ അടുക്കലേക്ക് അവർ വരും അവരുടെ വാ കൊണ്ട്. And they honor me with their lips. they honor me എന്ന് വെച്ചാൽ അവരെന്നെ പ്രശംസിക്കും, അവരെൻ്റെ കൃപ, അവരെൻ്റെ കരുണയെ പറ്റി എല്ലാം പറയും. with their lips, but their heart is far away from me. പക്ഷേ ഇതൊന്നും അവരുടെ ഹാർട്ടിൽ നിന്ന് വരുന്നതല്ല. അവർക്ക് മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടി അവരുടെ വാ കൊണ്ടും അവരുടെ ലിപ്സ് കൊണ്ട് എല്ലാം അവർ എന്നെ പ്രശംസിക്കും, അവരെന്നെ പുകഴ്ത്തും. പക്ഷേ that heart is far away from me, and in vain they worship me. vain ഉള്ള ലിറ്ററൽ മീനിങ് ആണ് യൂസ്ലെസ്. അവരുടെ വേർഷിപ്പ് എനിക്ക് യൂസ്ലെസ് ആണെന്നാണ് ദൈവം പറയുന്നത്. അവർ എത്രയൊക്കെ എന്നെ വാ കൊണ്ട് പുകഴ്ത്തിയാലും, എന്നെ എത്ര കൊണ്ട് അവരുടെ നാവ് കൊണ്ട് എന്നെ പുകഴ്ത്തിയാലും, അവരുടെ ഹാർട്ട് അത് ഇച്ഛിക്കുന്നില്ലെങ്കിൽ, അവരത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഇറ്റ് ഈസ് വെയിൻ എന്നാണ് ഗോഡ് പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഫ്രൈഡേ പള്ളിയിൽ വരുമ്പം എല്ലാം ദൈവത്തിനെ കുറേ സ്തുതിക്കും, കുറേ ആരാധിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നല്ലെങ്കിൽ ഇതൊക്കെ വെയിൻ ആണെന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ വേർഷിപ്പ് എപ്പോഴും നമ്മൾ എന്താണോ ദൈവത്തിന് വേണം എന്ന് വിചാരിക്കുന്നതല്ല നമ്മുടെ വേർഷിപ്പ്. ദൈവം എന്താണോ നമ്മളോട് ബൈബിളിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്, എന്താണോ ദൈവം ആഗ്രഹിക്കുന്ന വേർഷിപ്പ്, അതാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്താണോ ദൈവത്തിനെ ഇതാക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതല്ല ദൈവത്തിന് വേണ്ട വേർഷിപ്പ്. ഇപ്പം നമ്മൾ ഇവിടെ പറയുന്നു ഡോക്ട്രിൻസ് ആൻഡ് കമാൻഡ്മെൻറ്റ്സ് ഓഫ് മെൻ. മനുഷ്യർ നമുക്ക് കുറേ ഡോക്ട്രിൻസും കമാൻഡ്മെൻറ്റ്സും തരും. പക്ഷേ അതിനനുസരിച്ചല്ല നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നത്. നമ്മൾ വേർഷിപ്പ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സ് അനുസരിച്ചാണ്. ഇപ്പം നമുക്കറിയാം, എന്തൊക്കെ നമ്മൾ മനുഷ്യന്മാരെ ഇതാക്കാൻ വേണ്ടി ചെയ്താലും ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ദൈവം പറയുന്നൊരു വാക്യമാണ്, ഓൺ ദി ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ഹി വിൽ കണ്ടം യു എന്ന് വെച്ചാൽ നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു രക്ഷയില്ലെന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ എത്രയൊക്കെ വേർഷിപ്പ് ചെയ്താലും നമ്മളത് നമ്മുടെ ഹാർട്ടിൽ നിന്നല്ല പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ഇൻ വെയിൻ ആൻഡ് ഇറ്റ്സ് ഓൾ യൂസ്ലെസ്. പിന്നെ നമ്മൾക്കറിയാം പ്രീച്ചിങ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു വചനം പറയുന്നതും ഇപ്പം ഞാൻ പ്രീച്ച് ചെയ്യാണ്. പക്ഷേ എങ്ങനെയാണോ ഇത് കേൾക്കുന്നവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ല ഇപ്പം പ്രീച്ചേഴ്സ് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്താൽ, ഒരു വാക്യം പറയുമ്പം പ്രീച്ചേഴ്സ് അത് എന്തെങ്കിലും കാരണത്താൽ അവർ പറയുന്നത് ശരിയായില്ലെങ്കിൽ അവർ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്താൽ അവരും കണ്ടംഡ് ആയി തീരും, അവർ ജഡ്ജ്മെൻറ്റിൽ കണ്ടംഡ് ആയി തീരും. കാരണം അവർ അറിഞ്ഞോ അറിയാതെയോ അവർ ചിലപ്പം ദൈവത്തിൻ്റെ വചനത്തെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ലിസണേഴ്സ് അത് കേട്ട് അവർ ഉൾക്കൊണ്ട് അതവർ ധ്യാനിച്ച് അതുപോലെ ചെയ്താൽ അവരും കണ്ടംഡായി മാറും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എത്രയൊക്കെ നമ്മളോട് ആൾക്കാർ പ്രീച്ച് ചെയ്താലും അതിൻ്റെ പുറകിലുള്ള
ദൈവം നമുക്ക് തന്നിട്ടുള്ള ബൈബിളിനനുസരിച്ചുള്ള വാക്കുകളെ നമ്മൾ നോക്കി വായിച്ച് ധ്യാനിച്ച് വേണം നമ്മൾ എന്താണെങ്കിലും അത് ഉൾക്കൊള്ളണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ. ഇപ്പം നമ്മളൊക്കെ പറയുന്നത് നമുക്കറിയാലോ, ഈ കീ കൊടുത്ത് ഇങ്ങനെ കൈ അടിക്കുന്ന കളിപ്പാട്ടം എല്ലാവർക്കും അറിയത്തില്ലേ? നമ്മളെല്ലാം അതുപോലാണ്. എത്ര കീ കൊടുക്കുന്നോ അത്രയും ശക്തമായി നമ്മളെല്ലാം ആരാധിക്കും. പക്ഷേ ഈ കീ കൊടുക്കാൻ ആരെങ്കിലും വേണം. അത്രയും നേരം ആ കളിപ്പാട്ടം അവിടെ നിന്ന് ഓടും, പിന്നെ ആ കളിപ്പാട്ടം അവിടെ നിൽക്കും. അതുപോലാണ് നമ്മളെല്ലാവരും ഫ്രൈഡേ വർഷിപ്പിന് വരുന്നു. നമ്മളെല്ലാവരും എനർജി എക്സൈറ്റേഷൻ ലെവൽ ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ എക്സൈറ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ, എനർജി വല്ലതും ഉണ്ടോ? ഇല്ല. ഫ്രൈഡേ വരുമ്പം പിന്നെ അടുത്ത ആഴ്ച വേണം, ആരെങ്കിലും ഈ കീ കൊടുക്കണം, ഡ്രംസ് അല്ലെ കീബോർഡ് അല്ലെ പാസ്റ്റർ പറയണം എന്തെങ്കിലും, എന്നാലേ കൈ അടിക്കത്തുള്ളൂ, എന്നാലേ നമുക്ക് പുറത്തോട്ട് സ്തുതിയും സ്തോത്രവും എല്ലാം വരത്തുള്ളൂ. അതുപോലാണ് നമ്മളെല്ലാവരും. പക്ഷെ ഈ കീ നമ്മൾ പാസ്റ്ററിൻ്റെ കയ്യിലോ വർഷിപ്പ് ലീഡേഴ്സിൻ്റെ കയ്യിലോ അല്ല കൊടുക്കേണ്ടത്. നമ്മൾ ഈ കീ കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്നാൽ പിന്നെ നമ്മൾ ഈ എക്സൈറ്റേഷൻ എനർജി ലെവലിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകത്തില്ല. ഈ കീ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ സാഹചര്യം ആയിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവട്ടെ, എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടാവട്ടെ, നമ്മൾ ഈ എനർജി ലെവൽ എക്സൈറ്റേഷൻ ലെവൽ ദൈവത്തെ സ്തുതിക്കാനൊന്നും നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നമുക്കൊരു പ്രെയർ വേണ്ട, നമുക്കൊരു വേർഷിപ്പ് വേണ്ട ദൈവത്തെ സ്തുതിക്കാൻ. നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എവിടെ പോയാലും നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ നേരത്തെ വായിച്ച വാക്യം, നമ്മൾ എങ്ങനെയാണ് വേർഷിപ്പ് ചെയ്യുന്നത്? നമ്മൾ ഡോക്ട്രിൻസ് ഓഫ് മാൻ്റെ കമാൻഡ്മെൻറ്റ്സ് അനുസരിച്ചാണ് വേർഷിപ്പ് ചെയ്യുന്നത്. ദൈവം എങ്ങനെയാണ് നമ്മളോട് വേർഷിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം വായിച്ച വാക്ക് റോമൻസ് 12:1 നമുക്ക് ഒന്നുകൂടെ വായിക്കാം. സോ ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. ഞാനിത് NIV ഇതിലാണ് വായിക്കുന്നത്. Therefore I urge you brothers and sisters. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത് therefore. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സ്പീച്ച് എന്തെങ്കിലും പറയുമ്പം therefore എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് സെൻറ്റൻസിലായിരിക്കും, സ്പീച്ചിൻ്റെ കൺക്ലൂഷനിലായിരിക്കും നമ്മൾ therefore എന്ന് പറയുന്നത്. അപ്പം ഈ therefore-ൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നമ്മൾ ഈ 11ൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിക്കണം. പക്ഷെ അത് ഞാനൊരു സമ്മറി ആയിട്ട് പറയാം. അപ്പം 11 ദൈവം പറയുന്നുണ്ട്, ദൈവം disobedient, for as you were once disobedient to God, yet now have been obtained mercy through his disobedience. എന്ന് വെച്ചാൽ ഒരു കാലത്ത് നമ്മൾ ഡിസൊബീഡിയൻ്റ് ആയിരുന്നു. അതെപ്പോഴായിരുന്നു? ആഡമും ഈവും ഡിസൊബീഡിയൻസ് ചെയ്തപ്പോൾ. പക്ഷേ നമുക്ക് അതിൽ നിന്ന് ദൈവം മേഴ്സി തന്നു, നമ്മളോടത് ക്ഷമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു കാലത്ത് നമ്മൾ ഡിസൊബീഡിയൻ്റ് ആയിരുന്നു, പക്ഷെ അതിന് നമുക്ക് മേഴ്സി ലഭിച്ചു. നമ്മളൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ മേഴ്സി തന്നു. അപ്പം ഇവിടെ അതിൻ്റെ ബാക്കിയായിട്ടാണ് 12:1 പറയുന്നത്, Therefore brothers and sisters, in view of God's mercy, to offer your bodies a living sacrifice. നമ്മുടെ ബോഡീസ് ഒരു ലിവിങ് സാക്രിഫൈസ്. നമുക്കെല്ലാം അറിയാം, സാക്രിഫൈസ് എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഒരു ഓക്സിനെയോ കൗവിനെയോ എന്തെങ്കിലും യാഗം കഴിക്കുന്നതായിരുന്നു സാക്രിഫൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എ ലിവിങ് സാക്രിഫൈസ്. ലിവിങ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും മരിക്കേണ്ട ആവശ്യമില്ല. ആകെ ഇവിടെ മരിക്കേണ്ട കാര്യം നമ്മുടെ സിൻ, നമ്മുടെ ഫെയിം, നമ്മുടെ ആങ്കർ, നമ്മുടെ അഡിക്ഷൻസ്, ഇതൊക്കെയാണ് മരിക്കേണ്ടത്. അപ്പം ഓഫർ യുവർ ബോഡി എ ലിവിങ് സാക്രിഫൈസ്. ഈ ലിവിങ് സാക്രിഫൈസ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ബാക്കി പറയുന്നത്, ഹോളി ആൻഡ് പ്ലീസിങ് ടു ഗോഡ്. ഇത് ഹോളി ആയിരിക്കണം, പിന്നെ പ്ലീസിങ് ടു ഗോഡ് ആയിരിക്കണം. ഗോഡിനെ ഇത് പ്ലീസ് ചെയ്യണം. ദിസ് ഈസ് യുവർ ട്രൂ ആൻഡ് പ്രോപ്പർ വേർഷിപ്പ്. ഇതാണ് വേർഷിപ്പ് എന്ന് പറയുന്നത്. വേർഷിപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ആണ്. അതൊരിക്കലും മാനിൻ്റെ ഡോക്ട്രിൻസ് അനുസരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല വേർഷിപ്പ്. John 4:24 ദൈവം പറയുന്നുണ്ട്, വേർഷിപ്പ് ഗോഡ് വിത്ത് സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. സത്യത്തിലും ആത്മാവിലും ദൈവത്തിനെ വേർഷിപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്പിരിച്വാലിറ്റി ആയിരിക്കണം നമ്മുടെ വേർഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു കാര്യങ്ങളോ നമ്മുടെ ഈ പിയാനോ കീബോർഡോ ഒന്നും അല്ലായിരിക്കും നമ്മുടെ വേർഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ സ്പിരിച്വാലിറ്റി, നമുക്ക് ഗോഡ് തന്ന മേഴ്സി. ദൈവം നമ്മൾ ഒരു കാലത്ത് ഡിസൊബീഡിയൻ്റ് ആയിരുന്നു, അതിനുവേണ്ടി ദൈവം ഇപ്പം നമുക്ക് ഒരു മേഴ്സി തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ആയിരിക്കണം
നമ്മുടെ വേർഷിപ്പ് എന്ന് പറയുന്നത്. ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. അപ്പോൾ അത് മലയാളത്തിലൊന്ന് വായിക്കാവൂ. 2nd verse 12:2. അപ്പം ഡു നോട്ട് കൺഫേം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ പാറ്റേണിനോട് നമ്മൾ മോൾഡഡ് ആവില്ല എന്നാണ് ഈ പറയുന്നത്. ഈ ലോകത്തിൽ നമ്മൾക്ക് എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ ജഡ്ജ്മെൻ്റ് ഡേയിൽ നമ്മൾ പ്രേസ് ചെയ്യുന്നതൊന്നും നമ്മുടെ മനസ്സിൽ നിന്നല്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രേസ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം വെയിനായിപ്പോവും, യൂസ്ലെസ് ആയിപ്പോവും. നമ്മുടെ ജഡ്ജ്മെൻ്റ് ഡേയിൽ ഇതൊന്നും ദൈവം കണക്കാക്കത്തില്ല. ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിലെ റിന്യൂവിങ് കാരണം നമ്മൾ ട്രാൻസ്ഫോം ആവണം. ദെൻ യു വിൽ ബി ഏബിൾ ടു ടെസ്റ്റ് ആൻഡ് അപ്രൂവ് വാട്ട് ഗോഡ്സ് വിൽ is his good and pleasing and perfect will. ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചതും വേർഷിപ്പിനെ പറ്റിയാണ്. നമ്മൾക്കിതെല്ലാം വേണം, പക്ഷേ ഇതെല്ലാം അല്ല നമ്മുടെ വേർഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ വേർഷിപ്പ് ആയിരിക്കണം നമ്മുടെ ഇൻസ്ട്രുമെൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ വേർഷിപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന്, നമ്മുടെ കണക്ഷൻ വിത്ത് ഗോഡിൽ നിന്നായിരിക്കണം നമ്മുടെ വേർഷിപ്പ് പുറത്തു വരുന്നത്. എന്നിട്ടാണ് അതെല്ലാമാണ് നമ്മൾ എത്ര ദൈവത്തിനെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ വേർഷിപ്പ് ഒന്നും നമ്മൾ മീൻ ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നും ദൈവത്തിന് യൂസ്ലെസ് ആണ്. ദൈവം പറയുന്നുണ്ട് നമ്മുടെ മനസ്സിനെ ദൈവത്തിന് അളക്കാൻ കഴിയും. എത്ര നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും, നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും, നമ്മുടെ ഹാർട്ട് എന്തൊക്കെ പറയുന്നോ അത് നമ്മുടെ മനസ്സിൽ നിന്നാണോ എന്ന് ദൈവത്തിന് എത്ര ആണെങ്കിലും ദൈവത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വേർഷിപ്പ്, ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നു, നമ്മുടെ വേർഷിപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിരിക്കണം. നമ്മുടെ വേർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെ ദൈവത്തിന് ഒരു സാക്രിഫൈസ് ആയിട്ട്, അക്സെപ്റ്റബിൾ ആയിട്ട്, ഹോളി ആയിട്ട് നമ്മൾ അർപ്പിക്കണം ദൈവത്തിന്. പ്രൈസ്